അമ്മേ നാരായണ, ദേവി നാരായണ. ഹൈന്ദവ ശൈവ വിശ്വാസപ്രകാരം ശ്രീ പാർവതി ദേവിയുടെ ഒരു മൂർത്തിഭേദം. ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഹാരത്തിൻ്റെയും പോഷണത്തിൻ്റെയും ഈശ്വരിയാണ് ഇലഞ്ഞിക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ദേവി. ദാരിദ്ര്യത്തിൻ്റെ അന്തകിയായി ഭഗവതിയെ സങ്കല്പിച്ചിരിക്കുന്നു. ശാക്തേയ വിശ്വാസപ്രകാരം ലോകമാതാവായ ആദിപരാശക്തിയുടെ ആഹാരം നൽകുന്ന ഭാവം. ഒരു കൈയിൽ അന്നപാത്രവും മറുകൈയിൽ കരണ്ടിയും പിടിച്ചു നിൽക്കുന്ന വാത്സല്യത്തോടെയുള്ള മാതൃഭാവമാണ് അന്നപൂർണേശ്വരിയുടേത്. ദേവിയെ അഭയം പ്രാപിക്കുന്ന സകല ജീവജാലങ്ങൾക്കും ആഹാരവും ഐശ്വര്യവും നൽകുന്ന പ്രകൃതമാണ് അന്നപൂർണേശ്വരിക്ക്. മധ്യ തിരുവിതാംകൂറിലെ പ്രധാനപ്പെട്ട ഈ അന്നപൂർണേശ്വരി ക്ഷേത്രം എറണാകുളം ജില്ലയിൽ പിറവത്തിനടുത്തുള്ള ഇലഞ്ഞി എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രം ഇലഞ്ഞിക്കാവ് ശ്രീ അന്നപൂർണേശ്വരി ഭദ്രകാളി ക്ഷേത്രം എന്നറിയപ്പെടുന്നു. അന്നപൂർണേശ്വരി ദേവി അഭീഷ്ടവരദായിനിയും ശ്രീ ഭദ്രകാളി ദേവി ക്ഷിപ്രപ്രസാദിനിയുമാണ്. വിവാഹ തടസ്സങ്ങൾ മാറ്റുന്നതിനും സന്തുഷ്ടമായ ദാമ്പത്യ ജീവിതത്തിനുമായി ദൂരദേശങ്ങളിൽ നിന്നു പോലും ഭക്തജനങ്ങൾ ഇവിടെ ധാരാളമായി എത്താറുണ്ട്. ദേവീസന്നിധിയിൽ വെച്ച് വിവാഹവും നടത്താറുണ്ട്. ധനുമാസത്തിലെ ചോതിനാളിലെ തിരുവുത്സവവും വിശാഖം നാളിലെ പൊങ്കാലയും പ്രസിദ്ധമാണ്. രാമായണ മാസത്തിൽ രാമായണ പാരായണം നടത്തുകയും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി തയ്യാറാക്കി എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഭക്തർക്ക് നൽകുകയും ചെയ്യപ്പെടുന്നു. വിദ്യാരംഭത്തിന് കുട്ടികളെ എഴുത്തിനിരുത്തുകയും നവരാത്രി കാലത്ത് സരസ്വതി മണ്ഡപത്തിൽ ക്ഷേത്രകലയോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ അരങ്ങേറ്റവും നടത്തിവരുന്നു. ധർമ്മശാസ്താവും ഗണപതിയും ഉപദേവതന്മാരാണ്. കൂടാതെ സർപ്പക്കാവും യക്ഷിയമ്മയും യോഗീശ്വരനും രക്ഷസും സ്ഥിതി ചെയ്യുന്നു. വിഷ്ണു സാന്നിധ്യമുള്ളതിനാൽ തിടപ്പള്ളി നേദ്യവും നടത്തിവരുന്നു. മണ്ഡലകാലത്ത് 41 ദിവസം ധർമ്മശാസ്താവിന് വിശേഷാൽ പൂജയും ദീപാരാധനയും ഭക്തർ നടത്തിവരുന്നു. വിധിപ്രകാരം എല്ലാ വർഷവും സർപ്പപൂജയും നടത്തിവരുന്നു. ശബരിമല തീർത്ഥാടകരുടെ പ്രധാനപ്പെട്ട ഇടത്താവളവുമാണ് ഈ പുണ്യക്ഷേത്രം. വിരിവയ്ക്കാനും വിശ്രമിക്കുന്നതിനുമായി അന്നദാന മണ്ഡപത്തിൽ സൗകര്യമുണ്ട്. പിറവം ഇലഞ്ഞി വഴി പാലായിലേക്ക് പോകുന്ന പ്രധാന പാതയോരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വെള്ളിയാഴ്ചയാണ് അന്നപൂർണേശ്വരിക്ക് പ്രധാന ദിവസം. പൗർണമി, നവരാത്രി എന്നിവയും വിശേഷ ദിവസമാണ്. അക്ഷയ തൃതീയ അന്നപൂർണേശ്വരിയുടെ അവതാര ദിനമായി കണക്കാക്കപ്പെടുന്നു. എല്ലാ ഭക്തർക്കും ദേവിയുടെ കടാക്ഷമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതീ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ.